ഭഗവത്ഗീതയുടെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിൽ വിഷ്ണു ഭഗവാന്റെ അന്തർയാമിത്വത്തിന്റെ അനേകങ്ങളായ പ്രകാശനങ്ങൾ നമുക്ക് കാണാം. അതുവരെ താൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സംപ്രീതനായിരിക്കുന്ന അർജുനന് തുടർന്നും ശ്രേയസ്സുണ്ടാകുവാനാണ് ഗീതയുടെ ഭാഗമായ വിഭൂതി യോഗം ഭഗവാൻ ഉപദേശിക്കുന്നത്. പുരോധസാഞ്ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാമഹം സ്കന്ദഃ സരസാമസ്മി സാഗരഃ. അല്ലയോ അർജുന, എന്നെ പുരോഹിതന്മാരിൽ മുഖ്യനായ ബൃഹസ്പതി എന്നറിയുക. സേനാപതികളിൽ ഞാൻ സുബ്രഹ്മണ്യനും ജലാശയത്തിൽ സമുദ്രവുമാണ്. വിഭൂതിയോഗത്തിൽ 24-ാമതായി വരുന്ന ഈ ശ്ലോകത്തിൽ ദേവഗുരുവായ ബൃഹസ്പതി, അമൃതവാഹിയായ സമുദ്രം എന്നിവയോടൊപ്പം ദേവസേനാപതിയായ ശ്രീ സുബ്രഹ്മണ്യനെ പരാമർശിച്ചിരിക്കുന്നു. സേനാപതികളിൽ താൻ സുബ്രഹ്മണ്യന് സമമാണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ പറയുന്ന ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യന്റെ ദേവസേനാ നായകത്വത്തെയാണ് പ്രകീർത്തിക്കുന്നത്. ത്രിമൂർത്തികളിൽ സ്ഥിതികാരകനായ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാനോട് തുല്യനാകുന്ന ശ്രീ സുബ്രഹ്മണ്യൻ അതുകൊണ്ട് തന്നെ ത്രിമൂർത്തികൾക്ക് സമനായിത്തീരുന്നു. തത്ക്ഷേത്രം യച്ഛയാദൃച്ഛ യദ്വികാരി യദച്ഛയത് സചയോ യത്പ്രഭാവശ്ച തസ്മാത്സേന മേ ശൃണുഃ. ക്ഷേത്രായനം ക്ഷേത്രായനം. ക്ഷേത്രായനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ദേവസേനാപതിയും ശിവപാർവതി പുത്രനുമായ ശ്രീ സുബ്രഹ്മണ്യൻ സർവമംഗള വിഗ്രഹകനായി വിരാജിക്കുന്ന തായംകുളങ്ങര മുരുകസ്ഥാനത്തിന്റെ വിശേഷങ്ങളാണ്. വേളിമലവാണരുളും വേൽമുരുകസ്വാമി തങ്കമയിലേറി വരും സുബ്രഹ്മണ്യ സ്വാമി. വേളിമലവാണരുളും വേൽമുരുകസ്വാമി തങ്കമയിലേറി വരും സുബ്രഹ്മണ്യ സ്വാമി. വള്ളിമണാളനായി വരമരുളും സ്വാമി വന്നു ഞങ്ങൾ നരജന്മ കണ്ണീർ കാവടിയാടാൻ. ഹരോഹര സ്വാമി ആറുമുഖ, ഹരോഹര സ്വാമി വേൽമുരുക. ഉലകിത് കാവടിയായി തോളിലെടുത്താടുന്നു, ഉയിരിനെ വേലാക്കി തൃക്കൈയിൽ ചൂടുന്നു. ഉലകിത് കാവടിയായി തോളിലെടുത്താടുന്നു, ഉയിരിനെ വേലാക്കി തൃക്കൈയിൽ ചൂടുന്നു. ഇരുമിഴി പീലികൾ മയിലാട്ടമാടുന്നു, തിങ്കൾ കുടുക്കയിൽ തിരുനീറു വിതറുന്നു. തിങ്കൾ കുടുക്കയിൽ തിരുനീറു വിതറുന്നു. ശ്രീ മുരുക സ്കന്ദ സുബ്രഹ്മണ്യ കാർത്തികേയ സ്വാമി കീർത്തിധര. കുണ്ടലനി വല്ലിക്കു നീ വേങ്ങമരമാവുന്നു, അണ്ടകടഹങ്ങളെ നീ അമ്മാനം ആടുന്നു. ഇരുളാം താരകന്മേൽ ഇടിമിന്നല. തൃശൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ തെക്കുള്ള പുരാണപ്രസിദ്ധമായ പെരുവനം ഗ്രാമത്തിലെ ചേർപ്പിൽ സ്ഥിതി ചെയ്യുന്ന തായംകുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേരള പഴനി എന്ന അപരനാമത്താൽ വിഖ്യാതമാണ്. പഴയ കൊച്ചി രാജ്യത്തിലെ സുപ്രസിദ്ധ ആഢ്യബ്രാഹ്മണ കുടുംബങ്ങളിലൊന്നായ ചിറ്റൂർ മനവകയായ ഈ പുരാതന ക്ഷേത്രം കൊല്ലവർഷം 1048 പുതുക്കി പണിത മാതൃകയിലാണ് നാം ഇന്ന് കാണുന്നത്. കാലപ്പഴക്കത്തിൽ ജീർണിച്ചു പോയ ക്ഷേത്രം ബിംബം മാറ്റി നവീകരണ കലശം ചെയ്ത് ചിറ്റൂർ തമ്പുരാക്കന്മാർ തട്ടകത്തിലെ ഭക്തജനങ്ങൾക്ക് സമർപ്പിച്ചു. കലിയുഗത്തിലെ കാണപ്പെട്ട ദൈവമായ കാർത്തികേയനെ കൺപാർത്ത് ഇഹപര സുഹൃതം നേടുന്ന ഭക്തജനങ്ങൾക്ക് ഈ തട്ടകത്തപ്പൻ എന്നെന്നും പ്രിയദേവനാണ്. അനേക ജ്ഞാനമൂർത്തിയായ ആണ്ടവനെ ദർശിക്കുവാൻ ജന്മപുണ്യം നേടിയ മഹാമനീഷികൾക്കേ സാധ്യമാകൂ എന്നാണ് വിശ്വാസം.
ധ്യാനനിഷ്ഠയോടെ ശക്തിവേലനെ സ്മരിക്കുന്ന മനസ്സുകളിൽ അവിടുന്ന് ജലോപരിതലത്തിലെ പ്രതിബിംബമെന്ന പോലെ ദർശനീയനാകുന്നു. സർവമംഗളകരനായി തായംകുളങ്ങരയിൽ വാഴുന്ന ഷൺമുഖപ്രിയരാഗനായ താണോരപ്പൻ പണ്ട് ഭക്തോത്തമനായ ആദിശങ്കരന്റെ മനോമുകുരത്തിൽ പുണ്യദർശനം നൽകിയെന്നാണ് പുരാണം. ഒരിക്കൽ പെരുവനം ശിവക്ഷേത്രത്തിൽ ധ്യാനനിമഗ്നനായിരുന്ന ആദിശങ്കരന്റെ അകതാരിൽ വായുകോണിലൊരു തേജസ് പ്രത്യക്ഷമായതിന്റെ അറിവുണ്ടായി. അഭൗമമായ ആ തേജസ്സിന്റെ ആദിമൂലം അന്വേഷിച്ചു ചെന്ന ശങ്കരന് അനുപമമായ മുരുക ചൈതന്യത്തിന്റെ ദർശന സൗഭാഗ്യം ലഭിച്ചു. ഭക്തവിവശനായ ശ്രീശങ്കരൻ തത്സമയം മുക്തിപ്രദമായ സുബ്രഹ്മണ്യ ഭുജംഗം ചൊല്ലിത്തീർത്തു. ക്ഷണനേരം കൊണ്ട് ആചാര്യന്റെ മനസ്സിൽ സമീപസ്ഥമായ ജലാശയത്തിൽ ജലാധിവാസമേറ്റ് കിടക്കുന്ന സുബ്രഹ്മണ്യ ബിംബസ്വരൂപം തെളിഞ്ഞു വന്നു. അവിടെ നിന്ന് ആചാര്യ ഭഗവത്പാദർ കണ്ടെടുത്ത് ആദരപൂർവം തായംകുളങ്ങരയിൽ പ്രതിഷ്ഠിച്ച ഭക്തമനസ്സിലെ ലളിത സാന്നിധ്യമാണ് ദേവസേനാപതിയായ തായംകുളങ്ങരാപ്പൻ. പെരുവനത്ത് എരട്ടേപ്പന് സമീപത്തായി ഒരു മുരുകസ്ഥാനമുണ്ടെന്ന് സ്കന്ദപുരാണവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പീതാംബരധാരിയായി സുവർണ കവചവും മിന്നുന്ന മണിമാലയും കവചകുണ്ടലങ്ങളും ധരിച്ച് ചാന്ദ്രശോചാലിച്ചെഴുതിയ മുഖകമലത്തോടുകൂടി സുസ്മേരനായി നിൽക്കുന്ന ശ്രീമുരുകന്റെ ഈ തേജോരൂപം തന്റെ പ്രതിശ്രുത വരനായി ഷഷ്ഠീദേവി പൂജിച്ചിരുന്ന വിഗ്രഹമാണെന്നാണ് ഐതിഹ്യം. ദേവന്മാർക്കും അസുരന്മാർക്കും യക്ഷകിന്നരാദികൾക്കും ജേതാവായ ഒരാളെ മാത്രമേ താൻ പതിയായി സ്വീകരിക്കൂ എന്ന് ശപഥം ചെയ്ത് പുരുമഹർഷിയുടെ തപോഭൂമിയായ പെരുവനത്ത് വ്രതമേറ്റിരിക്കുന്ന പ്രജാപുത്രിയായ ദേവസേന തന്നെ 7 ദിവസം മാത്രം പ്രായമായ ശിശു മാത്രമേ നിഗ്രഹിക്കാവൂ എന്ന് ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങി ലോകനാശം ചെയ്യുന്ന താരകാസുരനെ നിഗ്രഹിക്കുവാനായി ശക്തനായ ഒരു ദേവസേനാപതിയെ തിരഞ്ഞു നടക്കുമ്പോൾ അത് ശിവശക്തി സംയോഗത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു പുത്രന് മാത്രമേ സാധ്യമാകൂ എന്ന് തിരിച്ചറിയുന്ന ദേവേന്ദ്രൻ അന്ന് ദേവസേനയുടെ ഭർത്തൃസങ്കല്പവും ദേവേന്ദ്രന്റെ യുദ്ധാവശ്യവും ഒത്തുചേർന്നത് ഒരു മൂർത്തിയിലാണ്. ഇനിയും ജനിക്കാനിരിക്കുന്ന കാർത്തികേയനിൽ. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഇഷ്ടപതിയെ ലഭിക്കുവാനായി ചൊവ്വാവ്രതമേറ്റിരിക്കുന്ന ദേവസേനയ്ക്ക് ധ്യാനിക്കുവാൻ ദേവശില്പിയായ വിശ്വകർമാവ് കാർത്തികേയന്റെ രൂപം സങ്കല്പിച്ച് ഒരഞ്ജന വിഗ്രഹം നിർമ്മിച്ചു നൽകി. പിന്നെ ശിവശക്തി സംയോഗത്തിൽ നിന്ന് താരകാന്തകനായ കാർത്തികേയൻ ജനിച്ചപ്പോൾ തന്റെ രൂപത്തിനു മുന്നിൽ വ്രതം നോറ്റിരിക്കുന്ന പ്രതിശ്രുത വധുവിന് ദർശനം നൽകുവാൻ അവിടുന്ന് ഒട്ടും വൈകിയില്ല. മകരത്തിലെ ശുക്ലപ്രതിപദത്തിൽ കാർത്തികേയൻ ദേവസേനയ്ക്ക് ദർശനം നൽകിയപ്പോൾ ദേവി തന്റെ പൂജാവിഗ്രഹം ജലാധിവാസത്തിന് സമർപ്പിച്ചു. ദേവി ദേവസേന ജലാധിവാസം ചെയ്ത സ്കന്ദവിഗ്രഹമാണ് ദിവ്യദൃഷ്ടിയിൽ കണ്ട് വീണ്ടെടുത്ത് ആദിശങ്കരൻ തായംകുളങ്ങരയിൽ പ്രതിഷ്ഠിച്ചത്. സർവമംഗളകരനായ ദേവസേനാപതിയായി തായംകുളങ്ങരയിൽ സാന്നിധ്യമാകുന്ന ശ്രീമുരുകൻ ഉഷപൂജയ്ക്ക് ബാലസുബ്രഹ്മണ്യനായും ഉച്ചപൂജയ്ക്ക് ശ്രീകുമാരനായും അത്താഴപൂജയ്ക്ക് ദേവസേനാ സമന്വിതനായും ഭക്തർക്ക് ദർശനമരുളുന്നു. ഭക്തരുടെ സങ്കല്പാനുസരണമുള്ള രൂപം കൈക്കൊണ്ടുകൊണ്ട് അനുഗ്രഹം നൽകുന്ന അഭീഷ്ടദായകനാണ് തായംകുളങ്ങര തേവരെന്ന് വിശ്വാസലോകം കരുതുന്നു. ഒരിക്കൽ വില്ലുമംഗലം സ്വാമി ഇവിടെ ഉഷപൂജാ ദർശനത്തിനെത്തിയപ്പോൾ ഭഗവത് സന്നിധിയിൽ നിന്ന് ജപിച്ചത് കൃഷ്ണസ്തുതികളായിരുന്നു. തത്സമയം ബാലസുബ്രഹ്മണ്യൻ ഉണ്ണിക്കണ്ണനായി സ്വാമിയാർക്ക് ദർശനം നൽകി എന്നൊരു കഥയുണ്ട്.